ഷിമോൻസി ടി.പി. ചന്ദ്രശേഖരനെ 51 തവണ വെട്ടിക്കൊലപ്പെടുത്തിയ കൊടും ക്രിമിനലുകൾ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് ഇവരാണ് തലശ്ശേരിയിലെ ജില്ലാ കോടതി സമുച്ചയത്തിന് നേരെ എതിർവശമുള്ള വിക്ടോറിയ ബാറിൻ്റെ മുറ്റത്ത് നിന്ന് പരസ്യമായി മദ്യപിച്ചത്. മദ്യപിക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ കേസെടുക്കാൻ തെളിവില്ല എന്നാണ് തലശ്ശേരി പോലീസിൻ്റെ ഭാഷ്യം. കുടിച്ചത് മദ്യമാണ് എന്ന് എങ്ങനെ പറയും എന്നാണ് തലശ്ശേരി പോലീസിൻ്റെ ചോദ്യം. അപ്പോൾ മദ്യപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കുറ്റവാളികൾക്ക് എസ്കോർട്ട് പോയ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്? മാത്രമല്ല വിക്ടോറിയ ബാറിൽ എന്തായാലും ചായ കുടിക്കാൻ പോവില്ലല്ലോ. മാത്രമല്ല വിക്ടോറിയ ബാറിൽ നാരങ്ങ വെള്ളം കുടിക്കാനും പോവില്ല അല്ലേ? ആ മുറ്റത്ത് നിന്ന് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ, പോലീസിൻ്റെ സാമീപ്യത്തിൽ ആണ് ഈ മദ്യപാനം നടന്നത്. ആ ദൃശ്യം പരിശോധിച്ചാൽ കൃത്യമായിട്ടറിയാം അവർ കുടിച്ചത് മദ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ടും പിണറായി വിജയൻ്റെ പോലീസ് അവർക്കെതിരെ കേസെടുക്കാൻ മടിക്കുകയാണ്. ഇന്നലെ കണ്ണൂരിലെത്തിയ സംസ്ഥാന പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖർ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്, കേസെടുക്കും, ആ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നുണ്ട്? കാരണം ഈ ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. അവർക്ക് ഈ ശിക്ഷിക്കപ്പെട്ടവരെല്ലാം, കൊടിസുനി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം എനിക്ക് തോന്നുന്നു ദീർഘകാലം പരോളിൽ പോയവരാണ്. ഇപ്പോഴും ആ TK രജീഷ് പോലും ഇപ്പോൾ പരോളിൽ ആണ്. ഇപ്പം നോക്കൂ, എന്ത് സന്ദേശമാണ് ഇതുവഴി നൽകുന്നത്? ഇതിനൊരു അറുതി വരുത്തേണ്ടതല്ലേ? കോടതി ഇവരെ ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഹൈക്കോടതി ഇവരുടെ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തി. എന്നിട്ടും പഴയതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ മോൻസി? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാലോ അല്ലേ? കേൾക്കാം. ശ്രീ അനിൽ നമ്പ്യാരെ, ഇവിടെ നിലവില് കേരളത്തിലെ ഭരണകൂടം അത് CPM-ന്റെ നേതൃത്വത്തിലാണ്. അത് ആർക്കും കൊട്ടാവുന്ന ഒരു ചണ്ടയായി മാറിയിട്ടുണ്ട്. ഞാൻ ഈ ചാനൽ ചർച്ചയിൽ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഇവർക്കൊരു ഇടതുപക്ഷ രാഷ്ട്രീയവും ഇല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന സമയത്ത് മുൻപ് നമ്മുടെ സദാനന്ദ മാഷ് പറഞ്ഞതും ഇപ്പൊ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതും മറ്റേ ഹരിദാസേട്ടൻ പറഞ്ഞതും കൃത്യമായിട്ട് കേൾക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതിപ്പോഴും കംപ്ലൈന്റ് ആണോ അല്ലേന്ന് പോലും എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാണ്, നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവകാശങ്ങളുണ്ട്. ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ക്രമക്കേടുകൾ അത് കേരളത്തിലെ മാത്രം ബാധിക്കുന്ന വിഷയം, അത് കേന്ദ്രമായാലും സ്ഥിതി വ്യത്യസ്തമല്ല. കാരണം ഇപ്പൊ 2 ദിവസം മുൻപ് നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തു. 2 കന്യാസ്ത്രീമാരെ ജയിലിൽ അടച്ച് അവർക്ക് ജാമ്യം കിട്ടിയപ്പോ, ജാമ്യം കിട്ടുന്നതിന് 2 ദിവസം മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുൻകൂട്ടി പ്രഖ്യാപിച്ചു, ജാമ്യം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി NIA കോടതിയിൽ ജാമ്യം കിട്ടുമെന്ന് മുൻകൂട്ടി 2 ദിവസം മുൻപ് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക നീതിന്യായ വ്യവസ്ഥ അപകടത്തിലാണ്. കോടതികൾ നമ്മൾക്ക് പരിപൂർണമായി വിശ്വസിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ആ ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് എന്ന് പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞവർ കമ്മ്യൂണിസ്റ്റുകളല്ല. ഭരണകൂടത്തെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭരണകൂടത്തെ ജനങ്ങൾക്കെതിരെ എങ്ങനെ വിനിയോഗിക്കാം, തങ്ങളുടെ ഇഷ്ടക്കാർക്ക് എങ്ങനെ അനുകൂലമായി കൊണ്ടുപോകാം, അതിനെങ്ങനെ ന്യായീകരണങ്ങൾ നിരത്താം, ഇത് നമ്മൾ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 11 വർഷമായി ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയൊരു ഒരു ദുര്യോഗമാണ് ഒരു രാജ്യത്തിന്റെ. ഒരു മഹത്തായ ജനാധിപത്യ രാജ്യത്തിനകത്ത് നമ്മുടെ പൗരന്മാർക്ക് ഒരു സ്വാതന്ത്ര്യവും ഒരു അവകാശവും ഇല്ല. ഞാൻ ഇന്ന് തൃശ്ശൂർ പോയി വരുന്ന വഴിയിൽ പോലീസ് വഴിയിൽ കാത്തു നിന്ന് യാത്രക്കാരെ പരിശോധിക്കുന്നുണ്ട്. അവര് മദ്യം കഴിച്ചിട്ടുണ്ടോ എന്ന് ഊതി നോക്കുന്നുണ്ട്. അപ്പൊ മദ്യം കഴിച്ച ആളുകളെ കണ്ടെത്താനും പിടിക്കാനും പിഴ ചുമത്താനും അറിയാത്ത പോലീസല്ല. കേരളത്തിലെ പോലീസ് ആകെ മോശമൊന്നുമല്ല. അതുകൊണ്ടാണ് രവത ചന്ദ്രശേഖർ വാക്കിന് വേണ്ടി ആയാലും ഞങ്ങൾ കേസ് എടുക്കുമെന്ന് പറയണേ. പക്ഷേ മൂപ്പരെയും ഒരു പിടിയുടെ അകത്താണ്. ഒരു അർഹതയുമില്ലാത്ത രവത ചന്ദ്രശേഖരനെ ഇവിടെ DGP ആയി കൊണ്ടിരുത്തിയിട്ടുള്ളത് പിണറായി വിജയൻ പറഞ്ഞതുപോലെ ചെയ്യാൻ, അല്ലാണ്ട് നിയമം സംരക്ഷിക്കാനല്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. പൊതുജനം ഇതിനെ അങ്ങനെയും കൂടി കാണണം. രവത ചന്ദ്രശേഖരനെതിരെ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് രാജ്യത്തെ DYFIക്കാർ CPM-മാരും. ഞാനും ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. രവത ചന്ദ്രശേഖർ, ഹക്കീം ബത്തേരി 5 DYFIയുടെ ചെറുപ്പക്കാരെ വെടിവെച്ചു കൊന്ന
കൊലയാളി എന്നാണ് പറയാറ്. ആ രമത ചന്ദ്രശേഖരനെ പിണറായി വിജയൻ ഇവിടെ DGP ആയി കൊണ്ടുവച്ചപ്പോ ഒരു DYFI-കാരനും ഒരു CPM-കാരനും ഇപ്പൊ ഒരു പ്രതിഷേധവും ഇല്ല, ഒരു അമർഷവും ഇല്ല. അവരത് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് നമുക്ക് നമ്മുടെ രാഷ്ട്രീയം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനും തന്റെ അഭിപ്രായം തുറന്നു പറയാനും പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശമുള്ള ഒരു രാജ്യത്താണ്. ആ രാജ്യത്ത് ഇങ്ങനെ എന്താ പറയാ ഒരു ഉളുപ്പുമില്ലാതെ തങ്ങൾ എന്ത് തോന്നിവാസം ചെയ്താൽ അതിനെ ന്യായീകരിക്കുന്നവരായി അടിത്തട്ടിലുള്ള അണികൾ വരെ മാറിപ്പോയി. അതൊരു ഗതികേടാണ്. ഞങ്ങളൊക്കെ പറയുന്നതിന് കക്ഷി രാഷ്ട്രീയത്തിന്റെ പിടിയിൽ പെട്ടുപോയ ഗതികെട്ടവർ ആയി മാറി താഴെ തട്ടിലുള്ള ഇത് ഭരണത്തിന്റെ ഒരു ഗുണവും ലഭിക്കാത്തവർ, അവർ പോലും ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ അപകടം. ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഞാനിപ്പോ CP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ കാര്യത്തില് ഒരു 4, 5, 10 വട്ടം വിവിധ ചാനൽ അഭിപ്രായങ്ങളിൽ ഞാൻ പറയാറുണ്ട്, രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ അപകടത്തിലാണ്. കൊടും ക്രിമിനലുകളാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷിച്ച ആളുകൾ കോടതിക്ക് പുറത്ത് അവരുടെ ഇഷ്ടം പോലെ പോവാണ്. പുറത്തു പോകുന്ന പ്രതികൾക്ക് അവരുടെ വിവാഹം നടത്തി കൊടുക്കുന്നു, അവരുടെ വീട് പണിതു കൊടുക്കുന്നു, ആ ഗൃഹപ്രവേശം സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നതാരാ? രാജ്യത്തെ MLA-മാരും മന്ത്രിമാരും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുകയാണ്. പൊതു സ്വീകാര്യത ഈ ക്രിമിനലുകൾക്ക് കൊടുക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം, TP ചന്ദ്രശേഖരനുമായി ഈ പ്രതികൾക്ക് ഒരാൾക്ക് നേരിട്ടൊരു ബന്ധമില്ല. ഒരു ബന്ധവും ചന്ദ്രശേഖരനായിട്ട് നേരിട്ടൊരു പരിചയമോ മുൻപരിചയവും ഇല്ലാത്ത ചന്ദ്രശേഖരനെ അതിദയനീയമായി എന്താ പറയാ വെട്ടി നുറുക്കിയ ഈ ക്രിമിനലുകൾ എന്തിനത് ചെയ്തു എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പുറകില് വലിയ ശക്തികളുണ്ട്, രാഷ്ട്രീയ നേതൃത്വമുണ്ട്. ആ രാഷ്ട്രീയ നേതൃത്വമാണ് ഇവരെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇതിന്റെ പുറകിലുള്ള ഉന്നതനായ വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതിന്റെ എല്ലാ ദുര്യോഗവും നമ്മൾ അനുഭവിക്കുകയാണ്. നമുക്കിതിന് എങ്ങനെ വേണമെങ്കിലും ചർച്ച എന്താ പറയാ ഒരു നേരം പോക്ക് പോലെ ചർച്ച നടത്തി പോകാം. പക്ഷെ നമ്മൾ ചർച്ച നടത്തി പോയാലും ഇല്ലെങ്കിലും ഈ പ്രതികളൊക്കെ രാജ്യത്തെ നിയന്ത്രിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് തൃശ്ശൂര് ജയിലിനകത്ത് ഇവർക്ക് എടുക്കുമ്പോൾ അവിടുത്തെ ജയിൽ സൂപ്രണ്ടിനെയും അവിടുത്തെ ഗാർഡുമാരെയും ആരൊക്കെ അവിടെ എന്താ പറയാ സൂപ്രണ്ടുമാരായി വരണം, ആരൊക്കെ അവിടെ ജോലി ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നത് ഈ TP കേസിലെ പ്രതികളാണ്. ഇതും കേരളം ചർച്ച ചെയ്തതാണ്. പക്ഷെ എന്താ ഫലം? അങ്ങനെ നമ്മൾ ചർച്ച ചെയ്ത് ഇതൊരു തരം ഭീതിയുടെ അവസ്ഥയിലേക്ക് പോവാണ്. ഇനി CPM-നെതിരെ ഭരണകൂടത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടണ്ട. ഇത് നമ്മള് എന്താ പറയാ നമ്മുടെ ഭരണകൂടങ്ങളെ മൊത്തം ഇപ്പൊ ഇങ്ങനെ കാണാണ്. ജനങ്ങളെ ഭീതിയിലാക്കുക, ജനങ്ങളുടെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതാവുക. അവർ പറയുന്ന എത്ര വലിയ ശരിയാണെങ്കിലും അതിന് അംഗീകരിക്കില്ല. സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അവകാശം രാജ്യത്തെ ജനങ്ങൾക്ക് ഇല്ലാതായിരിക്കുന്നു. ഇതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദുര്യോഗം. നമുക്കിപ്പോ ഇവിടെ ഇപ്പൊ ഇത് ജനൻ TV ആണെന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണമെങ്കിൽ CPM-നെ കുറെ കുറ്റം പറയാം. ഇത് CPM-ൽ മാത്രം നിൽക്കുന്നതല്ല. ഇപ്പൊ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. ഈ ദേശീയ അന്വേഷണ ഏജൻസികളൊക്കെ എന്ത് പണിയെടുക്കണേ? എന്താ ഈ കേസുകളൊന്നും അന്വേഷിക്കാൻ പറ്റാത്ത? ഇവിടെ CPM എന്താ പറയണേ? ഒരു കേസും തെളിഞ്ഞില്ലല്ലോ എന്നാ. ഇപ്പൊ നമ്മളൊക്കെ ചർച്ചയിൽ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ നാളെ ഇവരൊക്കെ ചോദിക്കുക, നിങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞു ഏതെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? എനിക്കാണോ? അല്ല, ഭരണകൂട സംവിധാനങ്ങൾക്കാണ്. അത് സംസ്ഥാന ഭരണകൂടത്തിന് പിഴവുണ്ടെങ്കിൽ കേന്ദ്ര ഭരണകൂടം ഇടപെടുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തൊന്നും കണ്ടെത്താത്ത? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ അഡ്ജസ്റ്റ്മെന്റ് കൂടി നടക്കുന്നുണ്ട്. കേരളത്തിലെ ജയിലുകളിൽക്കകത്ത് കിടക്കുന്ന ശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കുന്ന BJP-യുടെ ക്രിമിനലുകളും CPM-ന്റെ ക്രിമിനലുകളും അവരുടെ കുടുംബക്കാർ തമ്മിൽ ആലോചിച്ച് പരസ്പരം വിവാഹം ചെയ്ത സംഭവം പോലും ഈ തൃശ്ശൂർ ജില്ലയിലുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കണേ? ഈ BJP-യെയും CPM-നെയും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാൻ വലിയ ശ്രമം ഈ കേരളത്തിൽ നടന്നില്ലേ? ഈ കേരളത്തിലെ പൊതുസമൂഹം ഇത് ആരോടാ പറയാ? ആർക്കും ഇത് വിവരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ നേരിട്ട് കാണുകയാണ്. ഞങ്ങളൊരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു MLA ഉണ്ട് നിയമസഭയ്ക്കകത്ത്. 2, 3, 4 ജില്ലകളിൽ അത്യാവശ്യം ചില ഘടകങ്ങളുണ്ട്. ഞങ്ങളും വലിയ ഭയപ്പാടിലാണ്, ഞങ്ങളുടെ പ്രവർത്തകരും. കാരണം ആരെ വിശ്വസിക്കാം, ആരെ വിശ്വസിക്കാതിരിക്കാം. ഞാനിപ്പോ ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ്. ഇപ്പോ ശ്രീജിത്ത് പണിക്കരുണ്ട്. ഒരു പരിധി വരെ ന്യായം എന്ന് തോന്നാവുന്ന രീതിയിൽ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് നല്ല ബോധ്യം. അത് അവിടെ നിൽക്കട്ടെ. നമ്മളിത് ഇവിടെ കേരളത്തിൽ മാത്രം ചർച്ച ചെയ്ത് പോകേണ്ട വിഷയമാണ്. ഈ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? അങ്ങനെ ഒരു സംസ്ഥാന ഭരണകൂടത്തെ
സംസ്ഥാന ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ആളുകൾ അവരുടെ തൽപര കക്ഷികൾക്ക് വേണ്ടി എന്ത് തോന്നിവാസവും കാണിച്ചാൽ അതിന് മുകളിൽ ഇടപെടാൻ സംവിധാനങ്ങളില്ലേ? നേരത്തെ ഞാൻ പറഞ്ഞ NIA കോടതി ജാമ്യം കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ആഭ്യന്തരമന്ത്രി നമ്മുടെ ഇന്ത്യക്കുണ്ടല്ലോ. എന്താ അമിത്ഷാ അത്തരത്തിൽ ഇടപെടാത്തെ? ഇതിനകത്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ഞാൻ സംശയിച്ചാൽ, ജനം സംശയിച്ചാൽ നിങ്ങൾക്കിതിരെ എവിടെ മറുപടി പറയാൻ പറ്റുക? ഇത് ഈ ഭരണ സംവിധാനങ്ങൾ, ഭരണം കയ്യിലുള്ളവർ ആ ഭരണത്തെ കയ്യിലൊതുക്കി ജനങ്ങളെ പാവകളാക്കി എന്താ പറയാ ബലിയാടുകളാക്കുക. അവരുടെ മുകളിൽ എന്താ പറയാ ബുൾഡോസർ ഉരുട്ടാണ്. അത് കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്, ഇന്ത്യയിൽ ആകെ നടക്കുന്നത് ഇത് തന്നെയാണെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്, എന്റെ രാഷ്ട്രീയ പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാൻ, പൗരാവകാശത്തെ തിരിച്ചു പിടിക്കാൻ, സ്വാതന്ത്ര്യം നിലനിർത്താനുള്ള വലിയ വർത്തമാനങ്ങളും പോരാട്ടങ്ങളാണ് നാട്ടിൽ നടക്കേണ്ടത്. അതിനകത്ത് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു സംഗതിയാണ് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്ന CPM-ന്റെ ക്രിമിനലുകൾക്ക് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഭരണകൂടവും ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ. അവർ മദ്യപിക്കും, ജയിലിൽ അകത്തിരുന്ന് തന്നെ പുറത്തു നടക്കുന്ന കൊട്ടേഷനുകൾ ചെയ്യാണ്, തെളിവുണ്ട്. പക്ഷെ പോലീസ് പിടിക്കില്ല. നമുക്ക് പിടിക്കാൻ പറ്റുമോ? നമുക്ക് പിടിക്കാനും പറ്റില്ല. അപ്പൊ നിയമവാഴ്ച അപകടത്തിലാവും. നിയമം കൈകാര്യം ചെയ്യേണ്ട നിയമ പാലകര് ഈ എന്താ പറയാ ഭരണകൂടത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി ഈ പറയുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാണ് ജനം ഇപ്പൊ ധരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഒരു സംശയവും വേണ്ട. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ അല്ല. അവർക്ക് ഒരു ഇടതുപക്ഷ ഐഡിയോളജി ഇല്ല, ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജിയും ഇല്ല. അതൊക്കെ ഇവർ കളഞ്ഞു. കഴിഞ്ഞ എത്രയോ വർഷമായി ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും മുന്നണിയിൽ നിൽക്കുന്നു. നരേന്ദ്രമോദിയും അങ്ങനെ തന്നെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിൽക്കുന്നു. ഇവർ തമ്മിൽ എന്തൊക്കെയോ ചില അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട് എന്ന് ഇന്ന് ന്യായമായും മലയാളികൾ സംശയിക്കും. അതുകൊണ്ടാണ് ഒരു തുരുത്ത് എന്ന് പറയുന്ന കേരളത്തിൽ പോലും ഇത്രയൊക്കെ തോന്നിവാസം ചെയ്തിട്ടും ഇത്രയൊക്കെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോഴതൊക്കെ ഒന്ന് ചർച്ചയായി പോകും. അത് കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല, പിണറായി വിജയൻ സേഫ്. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് എന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ അടക്കം ഒന്ന് പരിശോധിച്ചു പോയാൽ ഒരു കൊടിസുനിയും ഒരു കിർമാണി മനോജും ഒരു ഷാഫിയും ഈ പറയുന്നത് പോലെ ജയിലിന് പുറത്തു പോയി മദ്യവും കഴിക്കില്ല, അവർ അനാവശ്യമായ പരോളും ലഭിക്കില്ല. ഇതൊക്കെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ്. അതിനകത്ത് എനിക്കിപ്പോ ഈ 3 പേരോടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ സദാനന്ദൻ മാഷ് ഇപ്പോ രാജ്യസഭാംഗമാണ്. അദ്ദേഹമാണെങ്കിൽ വലിയ ദുരന്തം അനുഭവിച്ചിട്ടുള്ള ആളാണ്. ദുരന്ത ഏകപക്ഷീയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടാ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് CPM-നെ കുറ്റം പറയാം, അപ്പുറത്ത് പോയി BJP-നെ കുറ്റം. ഇതൊക്കെ ഈ പറയുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വരുന്നതാണ്. തന്റെ രാഷ്ട്രീയത്തെ സ്ഥാപിക്കാൻ അത് വാക്കുകൾ നഷ്ടപ്പെടുമ്പോ അതിനുപയോഗിക്കാൻ മറ്റു മാർഗങ്ങളില്ലാണ്ടാവുമ്പോ ശക്തി ഉപയോഗിക്കുകയാണ്. ഇത് വലിയ തോതിൽ പല രീതിയിലും നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഒരു ഭരണകൂടം, ഒരു ഒറ്റ വാക്കുകൂടി പറഞ്ഞിട്ട്, ഒരു സംസ്ഥാന ഭരണകൂടം കയറൂരി വിട്ടതുപോലെ നിയമത്തെ കാറ്റിൽ പറത്തി എന്ത് തോന്നിവാസം ചെയ്യുമ്പോൾ ഇടപെടാൻ സംവിധാനങ്ങൾ രാജ്യത്തില്ലേ? സദാനന്ദൻ മാഷ് രാജ്യസഭാംഗമാണ് ഇപ്പോ. അതുകൊണ്ട് അദ്ദേഹം കൂടി ഇക്കാര്യത്തില് സ്വതന്ത്രമായി തുറന്ന അഭിപ്രായം, കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് പറയണം. ഇതാണ് എനിക്കിപ്പോ പറയാനുള്ളത്.